കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇരിട്ടി ആറളം വിയറ്റ്നാം കോളനി സ്വദേശിയായ കുങ്കൻ എന്ന റിമാൻഡ് തടവുകാരന്റെ ജീവിതമാണ് 4 പതിറ്റാണ്ടുകളായി വിചാരണ പോലുമില്ലാതെ നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. കേവലം 22-ാം വയസ്സിൽ ഒരു കൊലപാതക കേസിൽ പ്രതിയായി ജയിലിൽ അടയ്ക്കപ്പെട്ട കുങ്കൻ ഇന്ന് തന്റെ 61-ാം വയസ്സിലും റിമാൻഡ് പ്രതി എന്ന ലേബലിൽ തന്നെയാണ് തുടരുന്നത്. സാധാരണയായി ഒരു കൊലപാതക കുറ്റത്തിന് കോടതി വിധിക്കാവുന്ന പരമാവധി ശിക്ഷാ കാലാവധിയേക്കാൾ എത്രയോ ഇരട്ടി സമയമാണ് ഒരു വിധി പോലുമില്ലാതെ ഈ മനുഷ്യൻ ഇതിനകം ജയിൽ മതിലുകൾക്കുള്ളിൽ തീർത്തത്. 1987-ൽ സ്വന്തം പിതാവായ ചന്തുവിനെ കൊലപ്പെടുത്തിയെന്ന കുറ്റത്തിന് ആറളം പോലീസ് സ്റ്റേഷനിൽ 54-ാം നമ്പർ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ കുങ്കൻ എന്ന യുവാവിന് കേവലം 22 വയസ്സ് മാത്രമായിരുന്നു പ്രായം. തുടർന്ന് കോടതി ഇയാളെ റിമാൻഡ് പ്രിസൺ നമ്പർ 9530 എന്ന അടയാളപ്പെടുത്തലോടെ ജയിൽ രജിസ്റ്ററിലേക്ക് കയറിയ കുങ്കൻ പിന്നീട് ആ തടവറയിൽ നിന്ന് പുറംലോകം കണ്ടിട്ടില്ല. കേസിന്റെ പ്രാഥമിക നടപടികൾക്ക് ശേഷം വിചാരണയിലേക്ക് കടക്കേണ്ടിയിരുന്നുവെങ്കിലും ജയിലിലായതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം കടുത്ത മാനസിക രോഗം പ്രകടിപ്പിച്ച് തുടങ്ങിയത് നിയമവ്യവസ്ഥയെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും പൂർണ്ണമായി മാറ്റിമറിച്ചു. ഇന്ത്യൻ നിയമവ്യവസ്ഥയനുസരിച്ച് മാനസിക നില തെറ്റിയ ഒരു പ്രതിക്ക് തനിക്കെതിരെയുള്ള കുറ്റപത്രം മനസ്സിലാക്കാനോ വിചാരണ നേരിടാനോ സാധിക്കാത്തതിനാലും പ്രതിക്ക് മാനസിക രോഗം ഭേദമാകാതെ വിചാരണ നടത്താൻ പാടില്ലെന്ന ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ സാങ്കേതികത്വം നിലനിൽക്കുന്നതിനാലും ഈ കേസിന്റെ വിചാരണ പിന്നീട് ഒരിക്കലും നടന്നില്ല. ഇതേ തുടർന്ന് 1995 ഏപ്രിൽ 19 കുങ്കനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് പുതിയറയിലുള്ള കുതിരവട്ടം സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെങ്കിലും അവിടുത്തെ അടച്ചിട്ട മുറികൾക്കുള്ളിൽ റിമാൻഡ് പ്രതി എന്ന കർശനമായ സുരക്ഷാ ലേബലിൽ തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞത്. അവിടെ നിന്നും നീണ്ട 30 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം ഒടുവിൽ 2025 ഡിസംബർ 18-നാണ് കുങ്കനെ കുതിരവട്ടത്ത് നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത്. 3 പതിറ്റാണ്ടിന് ശേഷം അദ്ദേഹം ജയിലിൽ തിരിച്ചെത്തുമ്പോഴും അദ്ദേഹത്തിന്റെ യൗവനം പൂർണ്ണമായി നഷ്ടപ്പെടുകയും നാടും നിയമങ്ങളും ജയിൽ അധികൃതരും വരെ പാടെ മാറുകയും ചെയ്തിരുന്നു. നിലവിൽ തലശ്ശേരിയിലെ സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണ് കുങ്കന്റെ കേസ് ഉള്ളതെങ്കിലും 3 പതിറ്റാണ്ടിലധികം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞിട്ടും കോടതിക്ക് മുന്നിൽ വിചാരണ നേരിടാൻ അദ്ദേഹം ഇപ്പോഴും ശാരീരികമായോ മാനസികമായോ സജ്ജമല്ല എന്നാണ് ജയിൽ അധികൃതരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെയാണ് നിയമത്തിന്റെ ക്രൂരമായ വൈരുദ്ധ്യം പ്രകടമാകുന്നത്. ഒരു കൊലപാതക കേസിൽ വിചാരണ പൂർത്തിയാക്കി കുറ്റക്കാരനാണെന്ന വിധി വന്നിരുന്നുവെങ്കിൽ ജയിലിലെ നല്ല നടപ്പിന്റെയോ മറ്റ് പ്രത്യേക മാനദണ്ഡങ്ങളുടെയോ അടിസ്ഥാനത്തിൽ സർക്കാരിന് നൽകാൻ കഴിയുന്ന യാതൊരുവിധ ശിക്ഷാ ഇളവുകൾക്കും കുങ്കൻ അർഹനാകുന്നില്ല. കാരണം നിയമത്തിന് മുന്നിൽ അദ്ദേഹം ഇപ്പോഴും ശിക്ഷിക്കപ്പെട്ട ഒരു തടവുകാരനല്ല, മറിച്ച് വെറും ഒരു റിമാൻഡ് പ്രതി മാത്രമാണ്. സാധാരണ രീതിയിൽ ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനും അന്വേഷണത്തിനുമായി റിമാൻഡ് കാലാവധി പരമാവധി 90 ദിവസം വരെയാണ് നിയമം അനുവദിക്കുന്നതെങ്കിലും മാനസിക രോഗത്തിന്റെ പശ്ചാത്തലത്തിൽ വിചാരണ നീണ്ടുപോയപ്പോൾ റിമാൻഡ് കാലാവധിയും അതോടൊപ്പം അനന്തമായി നീളുകയായിരുന്നു. ഇതിനിടയിൽ ഈ കേസിൽ പ്രധാന സാക്ഷിയായിരുന്ന കുങ്കന്റെ ജ്യേഷ്ഠ സഹോദരൻ കേസിന്റെ തുടക്കകാലത്തിന് ശേഷം പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ജയിലിൽ വന്ന് കാണുകയോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യാൻ തയ്യാറായില്ല. സഹോദരിമാർക്ക് കുങ്കനെ ഏറ്റെടുക്കാനും സംരക്ഷിക്കാനും താല്പര്യമുണ്ടെങ്കിലും നിലവിലെ അവരുടെ സാമ്പത്തിക കുടുംബ സാഹചര്യങ്ങൾ അതിന് അനുവദിക്കുന്നുമില്ല. വിചാരണ പൂർത്തിയാകാതെ ഒരാളെ ഇത്രയും ദീർഘകാലം തടങ്കലിൽ വെക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും നേരിട്ടുള്ള ലംഘനമാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശവും മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആയുസിന്റെ ഭൂരിഭാഗവും ഇരുട്ടറയ്ക്കുള്ളിൽ ഹോമിക്കേണ്ടി വന്ന കുങ്കന്റെ ജീവിതത്തിൽ ഇപ്പോൾ നേരിയ ഒരു പ്രതീക്ഷയുടെ കതിര് തെളിഞ്ഞിട്ടുള്ളത് വിചാരണ തടവുകാരുടെ കേസുകൾ പ്രത്യേകമായി പരിശോധിച്ച് അർഹരായവർക്ക് മോചനം ഉറപ്പാക്കുന്നതിനായി രൂപീകരിച്ച ജില്ലാതല കമ്മിറ്റിയുടെ മുന്നിലേക്ക് കുങ്കന്റെ ഫയൽ എത്തിയിട്ടുണ്ട് എന്നതിലാണ്. ഈ കമ്മിറ്റിയുടെ അടിയന്തര ഇടപെടലിലൂടെ
മാനുഷിക പരിഗണന മുൻനിർത്തി കുങ്കന് നിയമപരമായ മോചനം സാധിക്കുമോ എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകരും നിയമലോകവും ഉറ്റുനോക്കുന്നത്. വൈകി വരുന്ന നീതി നിഷേധത്തിന് തുല്യമാണെങ്കിലും ഈ 61-ാം വയസ്സിലെങ്കിലും കുങ്കന് തടവറയ്ക്ക് പുറത്തെ വായു ശ്വസിക്കാൻ കഴിയുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.